ക്യാബേജിൽ തേങ്ങ ചേർക്കാതെ എങ്ങനെ ക്യാബേജ് തോരൻ രുചികരമാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ക്യാബേജ് തോരൻ ഇങ്ങനെ തയ്യാറാക്കിയാൽ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും മാത്രമല്ല, ഇത് തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റാണ്. പ്രോട്ടീൻ റിച്ചായ തോരൻ ഇനി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു ഇടത്തരം ക്യാബേജ്, 400 ഗ്രാം വെയിറ്റുള്ള ക്യാബേജ് ചെറുതായിട്ടരിഞ്ഞ് മാറ്റി വെക്കുക. അതിനുശേഷം വളരെ പോഷകഗുണങ്ങളുള്ള മസൂർ ദാൽ, അത് 1/2 കപ്പ് എടുത്ത് വെള്ളത്തിൽ നന്നായി കഴുകി പെട്ടെന്നത് ഡ്രൈ ആകാനായിട്ട് സ്ട്രെയിനറിൽ വെക്കുക. നല്ല വെയിലുണ്ടെങ്കിൽ അത് ഡ്രൈ ആകാനായിട്ട് വെയിലത്ത് വെക്കാം. വെയിലില്ലെങ്കിൽ പാനിൽ തന്നെ അതിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഇവിടെ ഞാൻ വെയിലത്ത് വെച്ച് ഡ്രൈ ആക്കിയ മസൂർ ദാൽ ചൂടായ നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റിയിട്ട് ഇത് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം റോസ്റ്റ് ആയി കഴിയുമ്പോൾ ഒരു വെളുത്തുള്ളി അല്ലി ഇതിലേക്ക് ഇടുക. ഇളക്കിക്കൊണ്ടിരിക്കുക. പരിപ്പ് കുറച്ച് കട്ടിയാകാൻ തുടങ്ങും. ആ സമയത്ത് 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ഇതിലേക്ക് ചേർക്കുക. ചെറിയ ജീരകം ഓപ്ഷനിലാണ്, താല്പര്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. പക്ഷെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് റോസ്റ്റ് ആക്കാനായിട്ട്. ഇങ്ങനെ റോസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ പരിപ്പ് പൊട്ടാനായിട്ട് തുടങ്ങും. ആ സമയം ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള കറിവേപ്പില. ഇതിൻ്റെ കൂടെ പൊടിക്കുമ്പോൾ കറിവേപ്പിലയുടെ ഗുണം മുഴുവൻ നമുക്ക് ലഭിക്കും. കുറച്ചുകൂടി ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. ഫ്ലെയിം ഓഫ് ആക്കിയാലും കുറച്ച് നേരം കൂടി ഇത് ഇളക്കണം. പാനിന് നല്ല ചൂടുണ്ട്. ഇനി ഇത് ചൂട് പോകാനായിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് നമ്മൾ മാറ്റി വെക്കണം. എന്നിട്ട് ഈ സമയം അതേ പാനിൽ 1 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. നന്നായി ചൂടുവാകുമ്പോൾ കടുക് പൊട്ടിക്കുക. അതിൻ്റെ കൂടെ ചെറിയൊരു സബോള അരിഞ്ഞത്, അതുപോലെ എരിവിന് ആവശ്യമായ 2 പച്ചമുളക്, കറിവേപ്പില എന്നിവയിട്ട് ഇളക്കുക. ഇത് ചെറുതായിട്ടൊന്ന് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാബേജ് കൂടി ഇട്ട് നന്നായി ഇളക്കുക. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കണം. ഇവിടെ ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഒത്തിരി ഡ്രൈ ആയ ക്യാബേജൊക്കെ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളമോ ഓയിലോ ഒക്കെ ഒഴിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഇത് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുക. ഇത് വേകുന്ന സമയത്ത് ചൂട് പോയ പരിപ്പ് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കുക. തരിതരിപ്പായി പൊടിച്ചാൽ മതി, ഒത്തിരി ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ക്യാബേജ് വെന്തോ എന്ന് ചെക്ക് ചെയ്യുക. ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസൂർ ദാൽ ചേർക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, ലേശം മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി വീണ്ടും ഇത് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കുക. ഡ്രൈ ടെക്സ്ചർ വേണ്ടവർ വെള്ളം ഒഴിക്കേണ്ട, ക്യാബേജിൽ വെള്ളം മതി. 1/2 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിക്കുക. തുറന്ന് നോക്കുക. പരിപ്പ്, ക്യാബേജിലെ വെള്ളമെല്ലാം വലിച്ചെടുത്ത് ഡ്രൈ ആയിട്ടുള്ള തോരൻ തയ്യാറായി. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നാൽ സോഫ്റ്റ് ടെക്സ്ചർ വേണ്ടവർ പരിപ്പിടുന്ന സമയം അതിനകത്ത് 1/4 കപ്പിൽ കുറവായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വേവിക്കുക. ഈ പരിപ്പ് സോഫ്റ്റാണ്, അതുപോലെ റോസ്റ്റഡുമാണ്. അതുകൊണ്ട് അധികം വേകേണ്ട ആവശ്യമില്ല. ഇങ്ങനെ റോസ്റ്റഡ് മസൂർ ദാൽ ക്യാബേജിൽ ചേർക്കുമ്പോൾ ക്യാബേജ് തോരൻ്റെ രുചിയും ഗുണവും ഇരട്ടിയാകും. രുചിയിലും ഗുണത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന തോരൻ. തേങ്ങ ഇടാതെ തന്നെ തോരൻ്റെ ടെക്സ്ചറിലുള്ള ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.